കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കാണ്. കാരണം ഉദയാസ്തമന പൂജയാണ്. അത് കാരണം നല്ല തിരക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് ആ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് നമുക്കിങ്ങനെ വരാം. അങ്ങനെ വന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലുള്ള അത്തിമര ഗണപതിയെ കണ്ടു തൊഴാം. അത് കണ്ട് തൊഴുത് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ ആ വാതിൽപ്പടി കയറുന്നതിൻ്റെ മുന്നേ കേശവൻ്റെ 2 കൊമ്പ് കാണാം. അതേപോലെ നടുക്കായി മഹാലക്ഷ്മീനെയും കാണാം. അത് കഴിഞ്ഞ് വരുമ്പോൾ വാതിൽപ്പടി കയറുമ്പോൾ ഇടത്തെ സൈഡിലുള്ള നാരായണീയം എഴുതിയ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. വലത്തെ സൈഡിലുള്ള തൂണൊന്ന് നോക്കി തൊഴാം. അങ്ങനെ നമ്മൾ അകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഭഗവാന്റെ ആ തിരുരൂപം, ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നത്തെ രൂപം, കാൽവളകൾ കാണാണ്ട്, കൈവളകൾ കാണാണ്ട്, അങ്ങനെ മുകളിൽ അരഞ്ഞാണം കാണാണ്ട്, കിങ്ങിണി ഉണ്ട്. അതേമാതിരി പട്ടിങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നോക്കി വരുമ്പോൾ കഴുത്തിലൊരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, തോൾവളകൾ കാണാനുണ്ട്. ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പീലിത്തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ വെണ്ണയും ഇടത്തെ കയ്യിൽ ഓടക്കുഴലുമാണ് കേട്ടോ. ഇന്ന് വെണ്ണക്കണ്ണനാണ്. അങ്ങനെ നല്ല രസമായിട്ട് ആ വെണ്ണ കഴിക്കാനുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ശ്രീലകത്തെ. തിരുമുടിമാല 2 ഉണ്ട്. വെളുത്ത പൂവും തുളസിയുമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ തെച്ചി ഇടയ്ക്കൊന്ന് ഇങ്ങനെ. അതേമാതിരി ഉണ്ടമാലയും വലിയ 2 ഉണ്ടമാലകളാണ്. അതും വെളുത്ത പൂവും തുളസിയാണ്. തുളസി കണ്ടമാനുണ്ട് ഇപ്രാവശ്യം. തെച്ചി പേരിനേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തുള്ള ആ വിശ്വരൂപം കാണാം. അതായത് ഉണ്ണിയുടെ ആ വെണ്ണക്കണ്ണൻ്റെ കാണാം. വളരെ സന്തോഷത്തോട് കൂടിയിട്ട്. കാരണം എന്താ വെച്ചാൽ നേദ്യം കഴിഞ്ഞതാണ്, ആ വെണ്ണ കൈ കിട്ടിയതല്ലേ. അപ്പോൾ വളരെ സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവരും അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. കാരണം അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടായി അദ്ദേഹം എന്തായാലും അറിഞ്ഞു കൊടുക്കുന്ന വാരി കോരി കൊടുക്കും. അപ്പോൾ അതേപോലെയാണ്. അപ്പോൾ എല്ലാ പ്രാർത്ഥനകളും നിറവേറ്റി തരുന്നതാണ്. നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ ആ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് കേട്ടോ. എന്നെ ശ്രവിക്കുന്നത് ഏത് സമയത്താണെങ്കിലും അപ്പോൾ നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ആ ഒരു ഗുരുവായൂരപ്പ ദർശനം, ആ വെണ്ണക്കണ്ണൻ്റെ ദർശനം നമുക്ക് ലഭിക്കുന്നതായിട്ട് കിട്ടും, കരുതാം. അങ്ങനെ നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നെ തിടപ്പള്ളി നോക്കി തൊഴാം. തിരിഞ്ഞു നിന്നാൽ ചുമരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെ കണ്ടു തൊഴാം. പിന്നീട് സപ്തമാതാക്കളെ കണ്ടു തൊഴുത് ആ ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്. ഗണേശൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇന്ന് കണ്ണൻ തന്നെയാണ് കേട്ടോ. അവിടെ എന്താ പറയുക, അതിമനോഹരമായ കണ്ണൻ്റെ രൂപമാണ്. മഞ്ഞപ്പട്ടൊക്കെ എടുത്ത് ഗോപി ഇങ്ങനെ യു ഷേപ്പുള്ള ഗോപിക്കുറിയാണ്. ചുവപ്പ് പട്ടുണ്ട്, ഇങ്ങനെ ചുവപ്പ് ഗോപിക്കുറിയാണ് കേട്ടോ, യു ഷേപ്പിലുള്ളത്. അതേപോലെ നല്ല രസമായിട്ടുള്ള മഞ്ഞപ്പട്ട് അടുത്ത് വെച്ചിട്ടുണ്ട്. ചുവപ്പും അതേപോലെ പൗണ്ടും എല്ലാം കൂടി ഉടുത്തിട്ടുണ്ട്. തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ നല്ല രസം. മുഖത്തേക്ക് ആ തുമ്പിക്കൈയൊന്നല്ല കാണുന്നത്, ശരിക്കും കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കുന്ന പോലെയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട് ഇന്നത്തെ ഗണപതി. അപ്പോൾ എല്ലാവരും കണ്ട് പീലി ഇങ്ങനെ എന്ത് രസമാണ്, നല്ലൊരു പീലി ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. അവിടെയും കിടാവിളക്ക് കത്തി നിൽക്കുന്നുണ്ട്. 2 മാലകളുണ്ട്, വെളുത്ത പൂവും തുളസിയായിട്ടുള്ളത്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് ആ മായാ ദേവീനെയും അതേപോലെ ആ വിഘ്നേശ്വരനെ, ചെറിയ ഗണപതിനെയൊക്കെ കണ്ട് തൊഴുത് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നോക്കുമ്പോൾ മേൽശാന്തിയുടെ അവിടെ
ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെയാണ്, കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാട്. അതുപോലെ കളഭാലങ്കാരം കക്കാട് രാഹുലോദിക്കനാണ്, നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്, ചാർത്താണ്. അപ്പോൾ രാഹുലോദിക്കൻ ഇരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് അർച്ചന പ്രസാദം വാങ്ങാം. അതൊക്കെ എടുത്ത് നമുക്ക് പിന്നെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം, അതേപോലെ മഹാവിഷ്ണു ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് അനന്തപത്മനാഭസ്വാമിയുടെ അടുത്തേക്ക് വരാം. അനന്തപത്മനാഭസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ എന്താണെന്ന് നിറയെ പൂക്കൾ, തുളസിപ്പൂവൊന്ന് ധാരാളം തന്നെ കേട്ടോ. ആ ബ്രഹ്മാവിന് തുളസിപ്പൂ ഇങ്ങനെ വലുതായിട്ട് വലിയ മാല, ഉണ്ടമാല, അതേപോലെ ചെറിയ വെളുത്ത വെള്ളപ്പൂവിൻ്റെ മാലയും, പിന്നെ ലക്ഷ്മി ദേവിയുടെ അവിടെ തെച്ചിപ്പൂവിൻ്റെ മാല, അങ്ങനെ ഭഗവാന് അനന്തശായിക്ക് വെളുത്ത പൂവ്, പിന്നെ നിറച്ച് തുളസിയുണ്ട്, താമരയുണ്ട്, താമരമാലയുണ്ട്. നല്ല രസമായിട്ട് തന്നെ മുകളിലും വിധാനമായിട്ട് ധാരാളം തുളസി മാലിന്യങ്ങൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തൊഴുത് നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിനുശേഷം ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണുക. അങ്ങനെ കണ്ണൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെയുണ്ട് തുളസിമാല. പിന്നെ മുരുകൻ്റെ അടുത്ത് വരുമ്പോൾ ഇന്ന് വൈകുന്നേരത്തിന് എന്തോ ഉള്ളതാന്ന് തോന്നുന്നു, ധാരാളം തുളസി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്, ഒരുപാട് മാലയായിട്ട്. എത്രയെന്ന് പറയുക, ചാക്ക് കണക്കിനെന്ന് പറഞ്ഞ മാതിരി വലിയ കെട്ടാക്കിയിട്ടാണ്, ചാക്ക് കണക്കിനല്ല, വലിയ കെട്ടുകളായിട്ട് 3-4 കെട്ടുകൾ അങ്ങനെ ആയിരിക്കും. അവിടെ മൊത്തം അണിയിക്കാനുള്ളതായിരിക്കാം. വൈകുന്നേരം ചിലപ്പോൾ ചുറ്റുവിളക്കിൻ്റെ അവർക്ക് വിളക്കും മാലയും ഉണ്ടാവും. അപ്പോൾ വിളക്കും കത്തിക്കും, മാല എല്ലായിടത്തും ചാർത്തിയിടുകയും ചെയ്യും. അതിനായിരിക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് മുരുകനും ഉണ്ടെന്ന് തുളസിമാല കേട്ടോ. എന്നിട്ട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്തുനിന്ന് എന്താവും, മാലയൊന്നും ഇല്ല കേട്ടോ, കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയില്ല, ഇപ്പോൾ ഇടയ്ക്ക് മാത്രമേ മാല ഉണ്ടാവും. എന്തായാലും നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് പിന്നെ രാധാകൃഷ്ണ വിഗ്രഹവും ആ കാളിയമർദ്ദന രൂപവും ആ വെണ്ണക്കണ്ണൻ്റെ രൂപമൊക്കെ കണ്ട് നമ്മൾ ഓവിൻ്റെ അവിടേക്ക് വന്നാൽ, ഓവിൻ്റെ അവിടെ താമരക്കണ്ണൻ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. അതിൻ്റെ മുകളിലായിട്ട് ഇനി വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ, അതും വളരെ രസമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ആ കാഴ്ച എന്ന് പറഞ്ഞാലേ പൂതനയ്ക്ക് മോക്ഷം കൊടുക്കുന്ന ആ ഒരു ചിത്രമാണ്. ഉണ്ണി എന്താ പറയുക, അമ്മിഞ്ഞേമിൽ അമ്മിഞ്ഞ പാല് കുടിച്ചിട്ട് അങ്ങോട്ട് വറ്റിച്ചിട്ടാണല്ലോ ആ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തത്. അപ്പോൾ അത് എന്നിട്ട് യശോദാമ്മ ഉണ്ണീനെ എടുക്കാൻ ശ്രമിക്കണത് മാതിരി ഉള്ള ആ ഒരു ചിത്രം നല്ല രസമായിട്ട് തന്നെയാണ് വരച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. പ്രത്യേക ഐതിഹ്യങ്ങളൊന്നുമില്ലെങ്കിലും അങ്ങനെ ഓരോരോ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞാൽ നമ്മളങ്ങനെ വന്ന് ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് വന്ന് മണിക്കിണർ നോക്കി തൊഴാം. പിന്നെ ആ നൃത്താറ് നോക്കിയാൽ അവിടെ കെടാവിളക്ക് ഇരുന്ന് കത്തുന്നത് കാണാം. അവിടെ നമ്മുടെ ഉണ്ണി നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് തൊഴാം. പിന്നെ കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് വടക്കേ നടയിൽ കൂടെ പുറത്തിറങ്ങിയിട്ട് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. എന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് വരാം. എടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് വരാം. ഭഗവതിയുടെ അവിടെ നിന്ന് ഗോളക തന്നെയാണ് ചാർത്തിയിട്ടുള്ളത്. അലങ്കാരമൊന്നും ആയിട്ടില്ല. ആ ഗോളക ഇങ്ങനെ മുഴുക ചാർത്തിയിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്, മാലകളുണ്ട്. തുളസി മാലകളാണ് കൂടുതൽ, തെച്ചിയുണ്ട്. അപ്പോൾ അമ്മേനെ പ്രാർത്ഥിച്ചോളൂ എല്ലാവരും. ഭൂതം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ സ്മരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ സ്മരിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ പോരണു. ആ കൊടിമരത്തിൻ്റെ അവിടെ എത്തിയിട്ട് വീണ്ടും നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ വെണ്ണക്കണ്ണനെ ഒന്നുകൂടി കണ്ട് നമസ്കരിച്ച് പിന്നീട് നേരെ വരുന്നത്
കൂത്തമ്പലത്തിലെ ആ കിടാവിളക്ക് നോക്കി കണ്ട് തൊഴുതു, നമസ്കരിച്ചു. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരുന്നു. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോഴും നല്ല കിരീടം വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഗോപി പൊട്ട് വെച്ചിട്ടുണ്ട്. അതേമാതിരി പിന്നെ കാതിൽ ചെവിപ്പൂക്കളുണ്ട്. അതേമാതിരി മാറത്ത് വലിയ പൊട്ട് പോലത്തെ അതിങ്ങനെ ഒരു ഗോപി വെച്ചിട്ടുണ്ട്. അത്രയൊക്കെ ആയിട്ടുള്ളൂ. പിന്നെ വലിയൊരു കാശുമാല, അങ്ങനത്തെ മാല സ്വർണത്തിൻ്റെ തന്നെ, അതാണ്. കളഭം കൊണ്ടുള്ള അലങ്കാരം ആയിട്ടില്ല, ഇന്ന് അത്രയേ ഉള്ളൂ. പിന്നെ അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. അരയിൽ അങ്ങനെ ഡബിൾ മുണ്ട് പോലത്തെ മുണ്ട് ഉണ്ട്, ചെറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നീല കളറുള്ള പട്ടിങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്, അതും ഉടുപ്പിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അയ്യപ്പസ്വാമീനെ പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിൽ വേണുഗോപാലിനെ കണ്ട് തൊഴാം. കുറച്ച് പുറകോട്ട് ഇറങ്ങി നിന്ന് കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിലൂടെ ഇറങ്ങി നമ്മളെ രുദ്രതീർത്ഥത്തെ വലം വയ്ക്കുമ്പോൾ ആ കാളിയമർദ്ദന രൂപം നടുക്കിലിങ്ങനെ കാണാം. അങ്ങനെ അത് കണ്ട് തൊഴുത് നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ നോക്കി തൊഴുത് നമ്മൾ നേരെ വന്ന് ഭഗവതിയുടെ നടയിൽ ഒന്നും കൂടി തൊഴുതു. പിന്നീട് നേരെ ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്കേ നടയിൽ വന്നിട്ട് ഒരിക്കൽ കൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുകയാണ്. അപ്പോൾ ആ പ്രകാശം ഇങ്ങനെ കാണാം. അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ തെക്കേ നടയിലേക്ക് വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുകയാണ്. അപ്പോൾ മഹാദേവനെയും പാർവതീദേവീനെയൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് കൂവളത്തെ പ്രദക്ഷിണം ചെയ്യാം. അപ്പോൾ അവരുടെ അനുഗ്രഹം കൂടി നമുക്ക് കിട്ടും. നമ്മൾ ഇന്നത്തെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. പിന്നെ ഇനി നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാം. സന്ദീപ് ഭരണി ജോലിക്കാണ്. വിജയകുമാരി അവിട്ടം വിഷമങ്ങൾ മാറാൻ. ധനലക്ഷ്മിയുടെ ചെറുമകന് നന്നായി വർത്തമാനം പറയാനും ഒക്കെ പറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ മോളുടെ ജോലിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ സംഗീതജിയുടെ മകൻ്റെ ട്രാൻസ്ഫർ ശരിയാവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആഷിത് രോഹിണി പഠനത്തിൽ വിജയം കൈവരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമായി ഇനി നമുക്കൊരു ചെറിയ കഥ കൂടി കേൾക്കാം. ഇന്ന് നമ്മൾ പറയുന്നത് പാണ്ഡുപുത്രന്മാരായ പഞ്ചപാണ്ഡവന്മാർ പൂർവ്വജന്മത്തിൽ അവരുടെ ഒരു കഥയാണ്. ഇന്ദ്രന്മാരായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും അധികം ഇന്ദ്രന്മാരോ എന്ന് വെച്ചാൽ ഓരോ മന്വന്തരത്തിലും ഓരോ ഇന്ദ്രന്മാരുണ്ടാവും. ഇന്ദ്രന്മാരുടെ വാസം സ്വർഗത്തിലെ ദേവന്മാരായ ഇവരെങ്ങനെ ഭൂമിയിൽ മനുഷ്യരായി പിറന്നു, എല്ലാം കർമ്മഫലം. ആ കർമ്മം എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറയാണ്. ഹസ്തിനപുരത്തെ രാജകുമാരന്മാരായിരുന്നെങ്കിലും പിതാവിൻ്റെ, അതായത് ജ്യേഷ്ഠൻ ധൃതരാഷ്ട്ര മഹാരാജാവിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മക്കളിൽ നിന്നൊക്കെ ഒരുപാട് ദ്രോഹങ്ങൾ പാണ്ഡവന്മാർക്ക് സഹിക്കേണ്ടി വന്നു. ഒടുവിൽ രാജ്യം വിട്ട് 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും ഒക്കെ നടത്തി. വനവാസകാലത്ത് പാഞ്ചാല രാജ്യത്തെത്തുകയും ഒരു മത്സരത്തിൽ ജയിച്ച് ദ്രുപദൻ്റെ മകൾ ദ്രൗപദിയെ അർജുനൻ സ്വയംവരം ചെയ്തു. വനത്തിൽ താമസിച്ച് എന്നും ഭിക്ഷയെടുത്ത് ജീവിച്ചിരുന്ന അവർ ലഭിക്കുന്ന ഭിക്ഷ അവരുടെ മാതാവ് കുന്തിയെ ഏൽപ്പിക്കുകയും അത് അവർ പങ്കിട്ട് ഭക്ഷിക്കുകയായിരുന്നു. നിർഭാഗ്യവശാൽ അന്ന് സ്വയംവരവും കഴിഞ്ഞ് ദ്രൗപദിയുമായി തിരിച്ചെത്തിയ കുമാരന്മാർ ചോദിച്ചു, അമ്മേ, ഇന്ന് ഞങ്ങൾ പോയി വന്നു, ഭിക്ഷയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ കുന്തി പറഞ്ഞു, അതെന്താ മക്കളെ, എന്നാൽ എല്ലാവരും കൂടി പങ്കിട്ടെടുത്തോളൂ, സാധാരണ കഴിക്കുന്ന പോലെ തന്നെ പങ്കിട്ടെടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ 5 പേരും കൂടി എടുത്തോളാൻ പറഞ്ഞു. കാരണം കുന്തിക്ക് ഭക്ഷണം വേണ്ട, വ്രതത്തിലായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടാത്തത് കൊണ്ടാണ് ഇത് പറഞ്ഞത്. ഭക്ഷണമായിരിക്കും മക്കൾ കൊടുന്നത്, ധ്യാനത്തിലായിരുന്നു ഇനി. അപ്പോൾ തിരിഞ്ഞു നോക്കാതെയുള്ള ഭാഷണം ആയിരുന്നു കുന്തിയുടേത്. കുമാരന്മാരാകെ ആശയക്കുഴപ്പത്തിലായി. സാധനം കണ്ടപ്പോൾ ഇനി എന്താന്ന് പറഞ്ഞാൽ പാഞ്ചാലിയാണ്, ദ്രൗപദിയായിരുന്നു.
അപ്പോൾ ആ കുന്തിക്കും ആകെ പ്രശ്നമായി. വിധിയാവണ്ണം വിവാഹം നടത്തുവാൻ പാഞ്ചാലരാജൻ ഇവരെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ 5 പേരും കൂടി വേണം ദ്രൗപദിയെ വിവാഹം കഴിക്കുവാൻ എന്ന യുധിഷ്ഠിരൻ്റെ വാദത്തോട് ദ്രുപദരാജാവിന് യോജിക്കാനായില്ല. തങ്ങളുടെ അമ്മയുടെ വാക്ക് പാഴ്വാക്കാവരുതല്ലോ. അതുകൊണ്ട് ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ അങ്ങനെ ഒരു നിശ്ചയം രാജാവിനെ അറിയിച്ചത്. രാജാവിൻ്റെ ചിന്തയിൽ അർജുനൻ മാത്രമാണ് ദ്രൗപദിയുടെ ഭർത്തൃസ്ഥാനത്തിന് അർഹൻ. തന്നെയുമല്ല, ഒരു സ്ത്രീക്ക് 5 ഭർത്താക്കന്മാരോ എന്ന വലിയൊരു ചോദ്യം ദ്രുപദൻ്റെ മുന്നിലുണ്ടായിരുന്നു. ഒരു പുരുഷന് 5 അതിലധികവും ഭാര്യമാരും അക്കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഒരു സ്ത്രീക്ക് അത് നടപ്പില്ല. ഒടുവിൽ വ്യാസമുനി തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ടു. ഒരു സ്ത്രീക്ക് 5 ഭർത്താക്കന്മാർ എന്ന ചോദ്യത്തിന് ഉത്തരമായി ദ്രൗപദിയുടെയും പഞ്ചപാണ്ഡവരുടെയും പൂർവ്വജന്മ കഥയിലേക്ക് വ്യാസൻ ദ്രുപദനെ കൊണ്ടുപോയി. നൈമിഷാരണ്യത്തിലെ ഗംഗാനദിയുടെ തീരത്ത് യാഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വൈവസ്വത മനു. ആ യാഗത്തിൽ അത്ഭുത ശക്തിയാൽ ലോകത്തിൽ മരണമില്ലാതായി. ഇത് ദേവന്മാരെ അസ്വസ്ഥരാക്കി. അവർ ബ്രഹ്മാവിനെ സമീപിച്ച് കാര്യങ്ങൾ ഉണർത്തിച്ചു. മനുവിൻ്റെ യാഗം തീരുന്നതോടെ എല്ലാം പഴയപടിയാകുമെന്നും ദേവന്മാർ യജ്ഞശാലയിൽ കാത്തിരിക്കാനും ബ്രഹ്മാവ് ഉപദേശിച്ചു. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം സ്വീകരിച്ച ദേവന്മാർ ഗംഗാതീരത്തിലുള്ള യാഗശാലയിലെത്തി. അപ്പോൾ അവർ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന തേജസ്വിനിയായ ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീ ആരാണ്, അവിടെ വരാൻ കാരണം എന്താ എന്നൊക്കെ ചിന്തിച്ച് ആ സ്ത്രീയുടെ പൂർവ്വ കഥയിലേക്ക് പോകണം. അപ്പോൾ അതൊന്നും നമുക്ക് പറയണ്ട, എന്തായാലും പാണ്ഡവരുടെ കൂടെ പോവാം. അപ്പോൾ ഇന്ദ്രൻ, അതായത് ദേവേന്ദ്രൻ, അവരുടെ സമീപം ചെന്ന് അപ്പോൾ കാഴ്ച അത്ഭുത സ്പന്ദനാക്കി. അവരുടെ കണ്ണീര് ഗംഗയിൽ വീണപ്പോൾ അതൊരു സ്വർണ്ണ താമരപ്പൂവായി. അതെങ്ങനെയെന്നൊന്നും അവൾ എന്തിനാണ് കരയുന്നതെന്നും ഇന്ദ്രൻ തിരക്കി. അതിന് മറുപടി പറയാതെ തന്നെ പിന്തുടരുവാൻ ഇന്ദ്രനോട് അവർ പറഞ്ഞു. അവളെ പിന്തുടർന്ന് ഇന്ദ്രൻ ഒരു പർവ്വതത്തിൻ്റെ അടുത്തെത്തി. അവിടെ ഒരു സ്ത്രീയും പുരുഷനും ചൂത് കളിക്കുന്നു. ശിവനും പാർവതിയും വേഷം മാറിയവരായിരുന്നു അവർ. പാവം ദേവേന്ദ്രൻ അത് അറിയില്ലായിരുന്നു. തന്നെ കണ്ട ഭാവം പോലും അവർ കാണിക്കുന്നില്ലെന്നത് ഇന്ദ്രനെ കോപിഷ്ഠനാക്കി. സ്വർഗലോകത്തിന് അധിപതിയായ തന്നെ നിന്ദിക്കുകയോ ഇത് അഹങ്കാരിയായ ഇന്ദ്രന് സഹിച്ചില്ല. തന്നെ വകവയ്ക്കാതെ ചൂത് കളിച്ചുകൊണ്ടിരിക്കുന്ന അവരെ ഇന്ദ്രൻ അധിക്ഷേപിച്ചു. അധിക്ഷേപ വാക്കുകൾക്ക് മറുപടിയായി ആ പുരുഷനൊന്ന് തിരിഞ്ഞു നോക്കി. ആ നോട്ടം കണ്ട് ഇന്ദ്രൻ ഭയന്ന് വിറച്ചു. നോട്ടം കണ്ടപ്പോഴാണ് ദേവേന്ദ്രന് ആളെ മനസ്സിലായത്. സാക്ഷാൽ മഹേശ്വരനാണ് താൻ അവിവേകം കാട്ടിയതെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ ബോധം കെട്ട് വീണു. ബോധം തെളിഞ്ഞപ്പോൾ ഇന്ദ്രനോട് മുന്നിൽ കാണുന്ന പർവ്വതത്തെ തള്ളി മാറ്റാൻ പരമശിവൻ ആജ്ഞാപിച്ചു. പർവ്വതത്തെ തള്ളി മാറ്റിയപ്പോൾ കണ്ടത് വലിയൊരു ഗുഹ. ആ ഗുഹയിൽ തന്നെ പോലെയുള്ള 4 പേർ ഇരിക്കുന്നത് ഇന്ദ്രൻ കണ്ടു. നീയും ഈ ഗുഹയിൽ കടന്നിരിക്കെ. നിനക്ക് മുമ്പുണ്ടായിരുന്ന ഇന്ദ്രന്മാരാണിവരെല്ലാം. ഇവരും അഹങ്കാരം കൊണ്ടാണ് ഇവിടെ അകപ്പെട്ടത്. നിങ്ങൾ 5 പേരും കുറേ നാൾ ഇവിടെ കഴിച്ചു കൂട്ടണം. പിന്നെ മനുഷ്യരായി ജനിച്ച് ഭൂമിയിൽ പല വീരകർമ്മങ്ങളും ചെയ്ത ശേഷം വീണ്ടും സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് മഹേശ്വരൻ പറഞ്ഞു. അപ്പോൾ ആ 5 ഇന്ദ്രന്മാരും കൂടി ഒരപേക്ഷ മുന്നോട്ട് വെച്ചു. അങ്ങയുടെ ഹിതമെന്തോ അത് ഞങ്ങൾ അനുസരിക്കുന്നു. എന്നാൽ ഞങ്ങൾ യമൻ, വായു, ഇന്ദ്രൻ, അശ്വനി ദേവകൾ എന്നിവരിൽ നിന്നു വേണം ജന്മമെടുക്കാൻ. അവരുടെ ഈ അപേക്ഷയ്ക്ക് പരമശിവൻ തഥാസ്തു എന്ന് പറഞ്ഞു. ആ പൂർവേന്ദ്രന്മാരാണ് പഞ്ചപാണ്ഡവന്മാരായിട്ട് പാണ്ഡവരുടെ മക്കളായിട്ട് പാണ്ഡുവിൻ്റെ മക്കളായിട്ട് ജനിച്ചത്. അവർക്ക് 5 പേർക്കും ഭാര്യയാകാൻ വേണ്ടി പിറന്നവളാണ് ലക്ഷ്മി ദേവിയുടെ അംശമായ ദ്രൗപദി. വ്യാസൻ അങ്ങനെ തൻ്റെ ആ ദിവ്യ ചക്ഷുസ് നൽകിയിട്ട് ദ്രുപദനോട് നോക്കാൻ പറഞ്ഞു. അപ്പോഴാണ് പൂർവ്വ ഇന്ദ്രന്മാരെയും ദ്രൗപദിയെയൊക്കെ കണ്ട് അവരെ ആ ഒരു ലക്ഷ്മി ദേവിയുടെ അംശമാണെന്നും ഇന്ദ്രന്മാരാണെന്നൊക്കെ കണ്ടത്. അപ്പോൾ അവർ വിശ്വബുക്ക്, ഭൂതദാവ്, ശിബി, ശാന്തി, തേജസ്വി ഇവരാണ് 5 ഇന്ദ്രന്മാർ. അവർ യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്നീ പേരുകളാണ് പാണ്ഡവ പുത്രന്മാരായിട്ട് രൂപമെടുത്തത്. കഥ ഇതാണ്. ഇനി നമുക്ക് നാരായണീയം പാരായണം ചെയ്യാൻ നോക്കാം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത്തന്വാ വാചാദിയാ വാ ഭജതി ബദജന ക്ഷുദ്രദൈവ സ്ഫുടേയം
ഏതേതാവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്തെ നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശം ഏവമാശ്രയാമ. സൽഗുരുപദേശപ്രകാരം സദാസമയവുമുള്ള ശ്രവണസ്മരണാദികളെ കൊണ്ട് വളരെ പ്രയാസപ്പെട്ടാൽ കൂടിയും ഗ്രഹിക്കാൻ പ്രയാസമുള്ള പരബ്രഹ്മസ്വരൂപം സുലഭമായി കയ്യിൽ കിട്ടിയിട്ടും മനുഷ്യൻ ശരീരം കൊണ്ട് പൂജപ്രദക്ഷിണ നമസ്കാരാദികൾ ചെയ്തും വാക്കുകൊണ്ട് സ്തോത്രപാരായണം ചെയ്തും മനസ്സുകൊണ്ട് ധ്യാനാദികൾ ചെയ്തും അന്യ ദൈവത്തെ ഭജിക്കുന്നത് കഷ്ടം തന്നെ. എന്നാൽ ഞാനാകട്ടെ അന്യ പദാർത്ഥങ്ങളിൽ സഞ്ചരിക്കാത്ത സ്ഥിര ചിത്തത്തോടുകൂടി ബ്രഹ്മാവിഷ്ണു മഹേശ്വര സ്വരൂപനും സർവദേവമയനുമായിരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പനെ തന്നെ സംസാര ദുഃഖത്തിൻ്റെ നിവൃത്തിയായി ആശ്രയിക്കുന്നു. ദുർലഭ്യവസ്തു എന്നതിന് മനുഷ്യജന്മം എന്നും അർത്ഥമെടുക്കാവുന്നതാണ്. പാപാധിക്യം ഹേതുവായിട്ട് അനേകം ജന്മങ്ങൾ ആഹാരാദി വതുഷ്ടനായി അനുഭവിച്ചുകൊണ്ട് ഭാഗ്യവശാൽ പുണ്യകർമ്മഫലമായി വിശേഷജ്ഞാനത്തോടുകൂടിയ അതിദുർലഭമായ മനുഷ്യജന്മം, അതായത് 7 ജന്മം കഴിഞ്ഞാലൊക്കെയാണ് മനുഷ്യജന്മം കിട്ടുക എന്നാണ് പറയുക. അത്രയ്ക്കും പുണ്യമായ എന്താ പറയുക, പുല്ലായിട്ടും നരിയായിട്ടും അങ്ങനെയൊക്കെ വന്നിട്ട് വേണം അവസാനമാണ് ആ മനുഷ്യജന്മം കിട്ടുന്നത്. അത് അതിദുർലഭമായ ആ മനുഷ്യജന്മം അനായാസേന കൈവന്നിട്ടും മനുഷ്യൻ പരമപുരുഷാർത്ഥഭൂതമായ മോക്ഷത്തിൽ മനസ്സുറപ്പിക്കാതെ ജന്മജന്മാന്തരങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന വിഷയാദി ഭോഗങ്ങളിൽ തന്നെ മനസ്സിനെയും വാക്കിനെയും ശരീരത്തെയും ആമഗ്നനാക്കുക എന്നത് വളരെ പരിതാപാർഹമായ ഒരു പ്രവൃത്തി തന്നെയാണ്. അപ്രകാരമുള്ള ജനങ്ങളെക്കുറിച്ച് വലിയ വിഷമം ആണ് പറയുന്നത്. ദുർലഭ്യ വസ്തു എന്നതിന് ശ്രീ മഹാഭാഗവതം എന്നു മൂന്നാമതൊരു അർത്ഥം എടുക്കാം. എത്രയും ദുർലഭമായ വസ്തു ആയിരിക്കുമെന്ന് ശ്രീ മഹാഭാഗവതം മഹാവിഷ്ണു ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തു. അദ്ദേഹം അതിനെ വേദവ്യാസനും ഉപദേശിച്ചു കൊടുത്തു. വേദവ്യാസനാകട്ടെ ലോകോപകാരാർത്ഥം അതിനെ 18,000 ഗ്രന്ഥമായിട്ട് നിർമ്മിക്കുകയും തൻ്റെ പുത്രനും ശിഷ്യമുഖ്യനുമായ ശ്രീ ശുഗനെ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഭാഗവത പുരാണം ബ്രഹ്മനാരദ വ്യാസ പരമ്പരയായി ജനങ്ങൾക്ക് കൈവന്നിരിക്കുന്ന അവസരത്തിലും അന്യപുരാണങ്ങളെ ആശ്രയിക്കുന്നത് അവിവേകം തന്നെ എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഭാഗവത മഹാപുരാണത്തെ തന്നെ സംക്ഷേപിച്ച് 1034 ശ്ലോകങ്ങളാക്കി സ്തോത്രരൂപത്തിൽ പ്രതിപാദിച്ചിരിക്കുകയാണ്. ഈ സംസാരക്ലേശമകറ്റാനായിട്ട് സ്ഥിരചിത്തനായി ഭാഗവതാർത്ഥത്തിൽ പ്രതിപാദിതമായിരിക്കുന്ന പരബ്രഹ്മസ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ ആണ് എല്ലായ്പ്പോഴും ആശ്രയിക്കാനുള്ള ആ ഒരു പരബ്രഹ്മം എന്ന് നമ്മളെ കൂടി ഉത്ബോധിപ്പിക്കുകയാണ് ഈ നാരായണീയത്തിലൂടെ നമ്മുടെ മേൽപ്പത്തൂർ നമ്മളെ ബോധിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇങ്ങനെ നിർത്താം, ഇനി നാളെ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ വാസുദേവ, കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാവരും ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.